ഹായ് നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിൻസി. ഇന്നത്തേത് നല്ല അടിപൊളി ഒരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. അതായത് അത്തിപ്പഴം കൊണ്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇതാണ് അത്തിപ്പഴം. കഴിഞ്ഞ ദിവസം ഞാൻ അത്തിപ്പഴം വെറുതെ കഴിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചിരുന്നു. ഞാനിതിൻ്റെ തൊലി കളഞ്ഞിട്ടാണ് കഴിക്കുന്നത്. തൊലി കളയാതെ ആണെങ്കിലും കഴിക്കാം. ഇപ്പോൾ ഒരാൾ എനിക്ക് കമൻറ്റ് ചെയ്ത് പറഞ്ഞിരുന്നു ഇതുപോലെ ഞങ്ങൾ തൊലി കളയാതെയാണ് കഴിക്കുന്നതെന്ന്. അപ്പോൾ അങ്ങനെ കഴിക്കുന്നവരും ഉണ്ട് കേട്ടോ, തൊലി കളയാതെ. എനിക്ക് ഈ തൊലിയുടെ ആ കമർപ്പ് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ തൊലി കളയുന്നത്. അതുപോലെ തന്നെ ഈ ഫിഗിൻ്റെ ട്രീ എനിക്കില്ല, ഇവിടെ ഇല്ല കേട്ടോ, എൻ്റെ കൂട്ടുകാരി കൊണ്ട് തരുന്നതാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ എപ്പോഴും എല്ലാവരും ഷെയർ ചെയ്യും. ഫ്രൂട്ട്സൊക്കെ ആണെങ്കിൽ കൂടുതലുണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് ഇല്ലാത്ത സമയത്ത് ഓരോ സമയത്തും സീസണൽ ഫ്രൂട്ട്സ് ആണല്ലോ, ആ സമയത്ത് സീസണൽ ഫ്രൂട്ട്സ് കിട്ടുന്നത് അങ്ങനെ ഷെയർ ചെയ്യും. അപ്പോൾ നമുക്ക് ഷെയർ ചെയ്ത് കഴിക്കുകയും ചെയ്യാം. ഇപ്പം വർക്കിലൊക്കെ ആണെങ്കിൽ എല്ലാവരും ഇപ്പോൾ ഫിജിയോയുടെ സീസൺ ആണെങ്കിൽ ഫിജിയോവ ഇഷ്ടം പോലെ കൊണ്ടുവന്ന് വെക്കും. ഫിഗിൻ്റെ സീസൺ ആണെങ്കിൽ ഫിഗ് കൊണ്ടുവന്ന് വെക്കും. അതുപോലെ തന്നെ പീച്ചസ്, പ്ലം എല്ലാം കൊണ്ടുവന്ന് വെക്കും കേട്ടോ. അപ്പോൾ നമുക്കിതിങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടും എപ്പോഴും. നമുക്കുള്ളപ്പോഴും നമ്മളും കൊണ്ടുപോയി ഷെയർ ചെയ്യാൻ വേണ്ടി കൊടുക്കും. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു കൾച്ചർ, അങ്ങനെയാണ് കേട്ടോ. ഇപ്പോൾ ഒന്നും അറിയത്തില്ലാത്തവരാണെങ്കിൽ പോലും ചിലപ്പോൾ ഒത്തിരി നാരങ്ങയൊക്കെ ഉണ്ടെങ്കിൽ വഴികളിലൊക്കെ ഇങ്ങനെ പറിച്ച് അവർ ഫ്രണ്ടിൽ, പണ്ടൊക്കെ എപ്പോഴും ഇങ്ങനെ വെക്കുമായിരുന്നു, ഇപ്പോൾ അത്രയും കാണാറില്ല. പണ്ടൊക്കെ ആണെങ്കിൽ എപ്പോഴും നമ്മൾ വഴി പോകുന്ന സമയത്ത് ഈ നാരങ്ങയുടെ സീസണിൽ ലെമണൊക്കെ ഇങ്ങനെ പുറത്ത് വെച്ചിരിക്കുന്ന കാണാം. ചിലപ്പോൾ അവർ പിന്നെ ഒരു ട്രസ്റ്റും ഉണ്ട് കേട്ടോ ഇവിടുത്തെ കാര്യങ്ങൾ എന്ന് വെച്ചെങ്കിൽ അവർ എഴുതിയിട്ട് കാണും, നിങ്ങൾ ഒരു ഗോൾഡ് കോയിൻ ഡൊണേഷനോ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ ബോക്സും അവിടെ വെച്ചിട്ട് കാണാം. അപ്പം നമുക്ക് വേണ്ടത് നമ്മൾ എടുത്തുകൊണ്ട് പോകാം, ആ ഗോൾഡ് കോയിൻ ഇടേണ്ടവർക്ക് അവിടെ ഇട്ടിട്ട് പോകാം. അങ്ങനെയും വെക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ എനിവേ, ഇനി റെസിപ്പിയിലേക്ക് വരും. ഇതൊരു കോൾഡ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. കോൾഡ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ കുക്ക് ചെയ്യേണ്ടാത്ത ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് യോഗട്ടാണ്. ഇത് ഗീക്ക് യോഗട്ട് ഉണ്ടെങ്കിൽ ഗീക്ക് യോഗട്ട് ഉപയോഗിക്കാം. അതിൽ സാധാരണ യോഗട്ട് ഉണ്ടെങ്കിൽ കുറച്ച് പുളിയുള്ള യോഗട്ടാണെങ്കിലും, പുളി ഇല്ലാത്തതായിരിക്കും എപ്പോഴും നല്ലത്, പുളിയുള്ള യോഗട്ടാണെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ ഇവിടുന്ന് ഉണ്ടോ 3 സ്പൂൺ യോഗട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇടുന്നത് നമ്മുടെ ഫിഗ് ഇടാം. ഇതിപ്പോൾ ഞാൻ 2 ഫിഗ് മുറിച്ച് അങ്ങനെ എടുത്തിരിക്കുന്നത് കേട്ടോ. വാൾനട്ട്സ് ആണ്, ഞാനിവിടെ 5 വാൾനട്ടാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് വേണ്ടവർക്ക് കൂടുതൽ വാൾനട്ട് വേണമെങ്കിൽ 6 7 വാൾനട്ട് ഇടാം. ഞാൻ മുഴുവനോടെയാണ് ഇട്ടിരിക്കുന്നത്. അതെന്താണെന്ന് ചോദിച്ചെങ്കിൽ കാണാൻ ഭംഗി അതാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ മുഴുവനോടെ ഇട്ടിരിക്കുന്നത്. ഇനി ഞാൻ ആഡ് ചെയ്യുന്നത് കുറച്ച് കോക്കനട്ട് ക്രീമാണ് കേട്ടോ. ഇത് വേണ്ടവർക്ക് ഇട്ടാൽ മതി. എനിക്ക് ഈ കോക്കനട്ടിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ കോക്കനട്ട് ക്രീം ഇച്ചിരി ഇടുന്നത്. അപ്പോൾ ഒരു സ്പൂൺ ഉള്ളിത് ഈ കോക്കനട്ട് ക്രീം. ചിയ സീഡ്സ് ആണ് കേട്ടോ. ഇത് ഇന്നലെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ചിയ സീഡ്സ് ആണ് ഇനി ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇനി അതിൻ്റെ മുകളിലേക്ക് ഓപ്ഷനിലാണ് ഇച്ചിരി മധുരത്തിന് വേണ്ടി ഒരു സ്വല്പം മധുരം നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. ഞാനിടുന്നത് മനുക്ക ഹണിയാണ്. മനുക്ക ഹണിയുടെ ഇതിപ്പോൾ 1 ടീസ്പൂണേ കാണുള്ളൂ. മനുക്ക ഹണി എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ ന്യൂസിലൻഡിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ളൊരു ഹണിയാണ്. വളരെ മെഡിസിനൽ വാല്യൂ ഉള്ള വളരെ നല്ല ഹണിയാണിത്. ഒത്തിരി പ്രോബയോട്ടിക്സ് ഒക്കെ ഉള്ള ഒരു കാര്യമാണ് ഈ മനുക്ക ഹണി എന്ന് പറഞ്ഞെങ്കിൽ. നമുക്ക് പ്രത്യേകിച്ച് ഈ തണുപ്പ് കാലത്തൊക്കെ ഉണ്ടല്ലോ, ഒത്തിരി അസുഖങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയേ വളരെ നല്ലതാണ് ഈ മനുക്ക ഹണി. നമുക്കിനി ഇതിന് ഇളക്കി യോജിപ്പിച്ച് കഴിക്കാം. നല്ല ടേസ്റ്റുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. അടിപൊളിയാട്ടോ. ഇപ്പോൾ യോഗട്ട് ഉപയോഗിക്കുമ്പോൾ അൺസ്വീറ്റൻഡ് ആയിട്ടുള്ള, അതായത് ഷുഗർ ഇല്ലാത്ത യോഗട്ട് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് കുറച്ചും കൂടെ ഹെൽത്തി ആയിരിക്കുമല്ലോ. ഇതുപോലെ ഫിഗിന് പകരം വേറെ ഏത് ഫ്രൂട്ട്സ് ഇട്ടാണെങ്കിലും നമുക്കിതുപോലെ കഴിക്കാൻ കേട്ടോ. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഫിഗ് ഉണ്ടെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. വേറെ ഫ്രൂട്ട്സ് ഇട്ടിട്ടാണെങ്കിൽ നമുക്കിതുപോലെ കഴിക്കാവുന്നതാണ്. താങ്ക് യു വെരി മച്ച്. ബൈ.